മൂന്നാറിൽ സാത്താൻ ആരാധന നടന്നിരുന്നോ? അതോ വർഷങ്ങളായി പ്രചരിക്കുന്ന ഒരു കഥ മാത്രമാണോ? ആ ചോദ്യത്തിന് ഉത്തരം തേടിയാണ് ഇന്ന് നമ്മൾ ലോഡ്ജ് ഹെദറിലേക്ക് പോകുന്നത്. 1902 മെയ് 1 ബ്രിട്ടീഷ് പ്ലാന്റർമാർ നിറഞ്ഞിരുന്ന മൂന്നാറിൽ സ്കോട്ട്ലാൻഡിലെ ഗ്രാൻഡ് ലോഡ്ജിന്റെ കീഴിൽ ലോഡ്ജ് ഹെദർ നമ്പർ 928 SC സ്ഥാപിതമായി. കേരളത്തിലെ ഭൂരിഭാഗം മേസോണിക് ലോഡ്ജുകളും ഇംഗ്ലീഷ് ഭരണഘടനയ്ക്ക് കീഴിലായിരുന്നപ്പോൾ ഇതിന് സ്കോട്ടിഷ് ഭരണഘടനയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. ആദ്യകാല യോഗങ്ങളിൽ പങ്കെടുത്തത് തേയിലത്തോട്ടങ്ങളുടെ മാനേജർമാരും എഞ്ചിനീയർമാരും സർവേയർമാരും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുമായിരുന്നു. അന്നത്തെ ഹൈറേഞ്ചിലെ സ്വാധീനമുള്ള യൂറോപ്യൻ സമൂഹത്തിന്റെ സംഗമ കേന്ദ്രങ്ങളിലൊന്നായി ഈ ലോഡ്ജ് മാറി. എന്നാൽ കുറെ കാലങ്ങൾക്ക് മുൻപ് അവിടെ നിന്ന് തലയൊട്ടികൾ കിട്ടിയിരുന്നു. വർഷത്തിലൊരിക്കൽ ലക്ഷറി കാറുകൾ വന്നു നിറയാറുണ്ടെന്നും അതിൽ നിന്ന് തലവഴി മൂടുന്ന കറുത്ത വസ്ത്രം ധരിച്ചു അതിന്റെ ഉള്ളിൽ കയറാറുണ്ടെന്നും പ്രാർത്ഥനകൾ ചൊല്ലാറുണ്ടെന്നും നാട്ടുകാർ പറയപ്പെടുന്നു. എന്നാൽ ഇത് ഫ്രീമേസൺസിന്റെ ലോഡ്ജ് മാത്രമാണ്. നാട്ടുകാർ പറയുന്നത് കേട്ടുകഥകൾ മാത്രമാണ്. എന്നാൽ ലോഡ്ജ് ഹെദറിന്റെ അകത്ത് യഥാർത്ഥത്തിൽ എന്താണ് നടന്നിരുന്നത്? ഫ്രീമേസൺസിന്റെ രഹസ്യചിഹ്നങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? എന്തുകൊണ്ടാണ് അവരുടെ യോഗങ്ങൾ ഇന്നും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്തത്? അതിന്റെ ചരിത്രരേഖകളുമായി പാർട്ട് 2 കാണാം. അതുവരെ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ.